അസ്സലാമു അലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. നോൺ വെജ് കഴിക്കാത്തവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഗോബി മഞ്ചൂരിയൻ. നമുക്ക് ഇത് വീട്ടിൽ തന്നെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പം വേഗം തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു വലിയ കോളിഫ്ലവറിൻ്റെ പകുതി ഭാഗം ഇതുപോലെ ചെറിയ ഫ്ലവേഴ്സായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു സൈസിലാണ് എടുക്കേണ്ടത്. കോളിഫ്ലവർ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് കൊടുക്കുക. ചില കോളിഫ്ലവറിലൊക്കെ പുഴുക്കൾ ഉണ്ടാവും, അപ്പോൾ അതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തതിന് ശേഷം ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റി കൊടുക്കുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനു വേണ്ടി ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ രണ്ടും സെയിം അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ കൂടുതലും മൈദ കുറവും, അതല്ലാന്നുണ്ടെങ്കിൽ മൈദ കൂടുതലും കോൺഫ്ലോർ കുറവും ഒക്കെ ആയിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് വെള്ളവും ചേർത്ത് ഇതൊരു ഡിപ്പ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്ററാക്കി എടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ പെപ്പർ പൗഡറോ ചില്ലി പൗഡറോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടുള്ള ബാറ്ററാണ് ഉണ്ടാക്കുന്നത്. നല്ല കട്ടിയുള്ള കോട്ടിങ്ങാണ് കോളിഫ്ലവറിന് വേണ്ടതെന്നുണ്ടെങ്കിൽ തിക്കായിട്ടുള്ള ബാറ്ററാക്കി എടുത്താൽ മതി. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ആക്കിയിട്ടുള്ളത്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് ടൈറ്റും അല്ല. ഇനി ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഈ ഒരു ബാറ്ററിലോട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടാൻ വേണ്ടി ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടായ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെറുതായിട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, എന്നാലേ ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഒരു പച്ച ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക. ഇത് മുഴുവനായിട്ടും ഇപ്പം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കുക. ഇനി ഒരു കടായി വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഗാർലിക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് 4-5 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോള നല്ലോണം വാടി വന്നതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെലറി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചില്ലി പൗഡർ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. അതുകൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളർ കിട്ടും നമ്മുടെ മഞ്ചൂരിയന്. അതിന് വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത്. പൊടികളുടെ പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്കുള്ള സോസുകൾ ചേർത്ത് കൊടുക്കുക. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ വീതം സോയാ സോസ്, ടൊമാറ്റോ സോസ്, ചില്ലി സോസ് ഇവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സോസിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം. മഞ്ചൂരിയൻ എന്ന് പറയുമ്പോൾ ആ ഒരു സോസിൻ്റെ ടേസ്റ്റാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നമുക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള മഞ്ചൂരിയനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ
ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇത് തിളച്ച് വരുന്ന ഈ ഒരു സമയം കൊണ്ട് ഒരു ബൗളിലോട്ട് 2 ടീസ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഈ ഒരു സോസിലോട്ട് ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഗ്രേവി ചെറുതായൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ഇതുപോലെ കലക്കി ഒഴിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവർ മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2-3 മിനിറ്റ് ആ ഒരു കോളിഫ്ലവറിനെ ഗ്രേവിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇതിലോട്ട് ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് സ്പ്രിംഗ് ഓനിയൻസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്യാപ്സിക്കവും സവോളയും ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ചേർത്ത് കൊടുക്കുന്നില്ല. ചില റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഇതുപോലെ ക്യാപ്സിക്കവും സവോളയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ക്യാപ്സിക്കത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ചൂടോടുകൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല ഗ്രേവി സോസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും, അല്ല ഡ്രൈ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കിയെടുക്കാം. ഡ്രൈ ആയിട്ടാണെങ്കിൽ നമുക്കിത് സ്റ്റാർട്ടറായിട്ടും കഴിക്കാവുന്നതാണ്. ഇത് ചൂടോട് കൂടെ തന്നെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കോളിഫ്ലവർ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫ്രൈഡ് റൈസ് ആണ്. ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, പോയിട്ട് കാണണം കേട്ടോ. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് തന്നിട്ടുള്ളൊരു റെസിപ്പി വീഡിയോ ആയിരുന്നു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. പിന്നെ ഈ ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ എന്നും പറയുന്നത് പോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.